ഹലോ ഫ്രണ്ട്സ്, സ്പേസ് ആൻഡ് ടെക്നോളജിയിലെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള ഓർബിറ്റൽ മെക്കാനിക്സ് ആൻഡ് സാറ്റലൈറ്റിലെ ആദ്യത്തെ ചാപ്റ്റർ നോക്കാം. ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ ജസ്റ്റ് ഓർബിറ്റ്സിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ചില കീ ആയിട്ടുള്ള കൺസെപ്റ്റ്സും കൂടി ഇതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കി പോകും. ഓർബിറ്റ് എന്താണ്? ഒരു ഒബ്ജക്റ്റിൻ്റെ ചുറ്റും സ്പേസിൽ മറ്റൊരു ഒബ്ജക്റ്റ് ഇങ്ങനെ ഗ്രാവിറ്റിയുടെ കാരണത്താൽ ചുറ്റിക്കൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പാത്ത്, ഏത് പാത്തിലൂടെയാണോ അത് ചുറ്റുന്നത്, ആ പാത്തിന് പറയുന്ന പേരാണ് ഓർബിറ്റ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്. ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഓർബിറ്റിൻ്റെ നടുക്കുള്ള ഈ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നില്ലേ, ഈ ഒബ്ജക്റ്റ് ഒരിക്കലും പക്ക സെൻറ്ററിലല്ല കിടക്കുന്നത്, ഒരു ഭാഗത്തേക്ക് നീങ്ങിയിട്ടാണ് കിടക്കുന്നത്. നോട്ട് ജസ്റ്റ് ദാറ്റ്, ഈ പറയുന്ന ഓർബിറ്റ് ഇങ്ങനെ സർക്കുലറും അല്ല, അത് എലിപ്സസ് ആണ്. എലിപ്സസ് എന്ന് വെച്ചാൽ ഒരു ഓവൽ ഷേപ്പിലാണ് കിടക്കുന്നത്. ആൻഡ് ആ നടുക്കുള്ള ഒബ്ജക്റ്റ് കുറച്ചൊരു സൈഡിലോട്ട് നീങ്ങിയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന നടുക്കുള്ള ഒബ്ജക്റ്റിന് ചുറ്റും ആരൊക്കെ പോകുന്നു അതിന് സാറ്റലൈറ്റ് എന്നാണ് പറയുന്നത്. ചുറ്റിക്കൊണ്ടിരിക്കുന്നതിന് എന്താ പറയുക? സാറ്റലൈറ്റ് എന്നാണ് പറയുക. അപ്പോൾ സണ്ണിൻ്റെ ഒരു സാറ്റലൈറ്റ് ആണോ എർത്ത്? ആണ്. പക്ഷേ പ്ലാനറ്റിൻ്റെ കുറേ പ്രോപ്പർട്ടീസ് അത് ഫുൾഫിൽ ചെയ്യുന്നതുകൊണ്ട് വി കോൾ ഇറ്റ് സ്പെസിഫിക്കലി പ്ലാനറ്റ്. പക്ഷേ സാറ്റലൈറ്റ് തന്നെയാണ്. എന്തിനേയും ബലം വെച്ചുകൊണ്ടിരിക്കുന്ന എന്തൊരു സാധനത്തിന് നമ്മൾ സാറ്റലൈറ്റ് എന്നാണ് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി മാൻ മെയ്ഡ്, ഓൾസോ ഇറ്റ് ഈസ് നാച്ചുറൽ. അപ്പോൾ എർത്തിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാറ്റലൈറ്റ് ആണ് ആര്? മൂൺ എന്ന് പറയുന്നത്. അപ്പോൾ മൂണ് അല്ലെങ്കിൽ ഏതൊരു സാറ്റലൈറ്റും ആയിക്കോട്ടെ, എർത്തിന് അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് പെരിഗി. പെരി എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം നിയർ എന്നാണ്. അതായത് എർത്തിന് ദൂരെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് അപ്പോജി എന്ന് പറയുന്നത്. അപ്പോ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എവേ എന്നാണ്. എർത്തിന് അടുത്തെത്തുന്ന സമയത്ത് ഒരു സ്ലിംഗ് ഷോട്ട് എഫക്റ്റ് ഉണ്ടാവും. അതായത് എർത്തിൻ്റെ ഗ്രാവിറ്റി നല്ല കൂടുതലല്ലേ, അപ്പോൾ അടുത്തെത്തുന്ന സമയത്ത് അത് പിടിച്ച് ഇതിൻ്റെ ഉള്ളിലേക്കോട്ട് ഇടാനുള്ളൊരു ശ്രമം നടത്തില്ലേ, ആ ഒരു എഫക്റ്റ് ഉണ്ടാവും. ആ സമയത്ത് ഈ പറയുന്ന സാറ്റലൈറ്റ് സ്പീഡിലോടും. അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് ഭയങ്കര സ്പീഡിലായിരിക്കും, എർത്തിൻ്റെ അടുത്തെത്തുന്ന സമയത്ത് നല്ല സ്പീഡിലായിരിക്കും ഓടുക. അതായത് ദൂരെ എത്തുന്ന സമയത്ത് പതുക്കെ ഓടിയാൽ പോരാ, ബിക്കോസ് പ്രത്യേകിച്ച് ഗ്രാവിറ്റേഷൻ പുള്ളും കാര്യങ്ങളൊന്നും വരില്ല. സോ ഇത് നമുക്ക് ശരിക്കും ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഇൻ ദ സോളാർ സിസ്റ്റം ഓൾസോ. നമ്മളിപ്പോൾ സോളാർ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ സണ്ണിൻ്റെ അടുത്ത് നിൽക്കുന്ന പ്ലാനറ്റ്സ് ഇറ്റ് ടേക്സ് ഫസ്റ്റ് പ്ലാനറ്റിന് 88 ദിവസം മതി ഒരു റൗണ്ട് കറങ്ങി വരാൻ. നമുക്ക് എത്ര വേണം? 365 ദിവസം മതി. പക്ഷേ അതേസമയം ജൂപ്പിറ്ററൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ജൂപ്പിറ്റർ ടേക്സ് അബൌട്ട് ലൈക്ക് നിയർലി ലെസ് ദാൻ 200 എന്താ പറയുക ഇയേഴ്സ് എടുക്കും. 170 സം ഇയേഴ്സ് എടുക്കും ജൂപ്പിറ്റർക്ക് ഒരു റൗണ്ട് കറങ്ങി വരാനായിട്ട്. അതായത് ഇപ്പോൾ ഊട്ട് ക്ലൗഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, അതിൻ്റെ അറ്റത്തല്ലേ, അങ്ങനെ അവിടെ കുറേ തരത്തിലുള്ള എന്താ പറയുക കോമെറ്റ്സും അതുപോലെ തന്നെ ഡെബ്രിസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇറ്റ് ടേക്സ് ലൈക്ക് തൗസൻഡ്സ് ഇയേഴ്സ് ടു കംപ്ലീറ്റ് ഓർബിറ്റ്. ദ റീസൺ ഇസ്, മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താ, അത്ര പതുക്കെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ എത്രത്തോളം അടുത്തോട്ട് വരുന്നോ, ആ ഒരു ഒബ്ജക്റ്റിനെ എത്രത്തോളം അടുത്തോട്ട് വരുന്നോ അത്രത്തോളം നമ്മുടെ സ്പീഡ് കൂടും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വെക്കാം. അപ്പോൾ പെരി എന്ന് വെച്ചാൽ നിയർ എന്നാണ് അർത്ഥം, എപ്പോ എന്ന് വെച്ചാൽ എവേ എന്നാണ് അർത്ഥം, ജിയോ എന്ന് പറഞ്ഞാൽ എന്താ, എന്താ പറയുക എർത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഇഫ് ദിസ് സെയിം തിങ് ഇസ് ആപ്ലിക്കബിൾ ടു സൺ ഓൾസോ. അപ്പോൾ സണ്ണാണ് ഇവിടെ നിൽക്കുന്നതെന്ന് വിചാരിക്കും. സണ്ണിന് ഏറ്റവും അടുത്ത് വരുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ പെരി ഹീലിയോ എന്ന് പറയും. അതുപോലെ തന്നെ ദൂരെയാണെങ്കിൽ അപ്പോ ഹീലിയോ എന്ന് പറയും. അപ്പോൾ ഹീലിയോ എന്ന് വെച്ചാൽ സൺ എന്നാണ് അർത്ഥം. സോ ദാറ്റ് ഇസ് എ തിങ്. അപ്പോൾ അടുത്തെത്തുന്ന സമയത്ത് ദിസ് ഇസ് എ തിങ് വിച്ച് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. അതിൻ്റെ വെലോസിറ്റി, ആ സ്പീഡ് എന്ന് പറയുന്നത് കൂടുന്നത് അടുത്തെത്തുമ്പോഴാണ്. ദൂരെ എത്തുന്ന സമയത്ത് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഇപ്പം ഒരാളിനെ നമ്മൾ ഇങ്ങനെ പിടിച്ചു വെക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് സ്പീഡിലോടും. അതായത് ദൂരെയാണ്, നമ്മുടെ നിന്ന് നല്ല ദൂരെയാണെങ്കിൽ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ല, അപ്പോൾ ഒരു പതുക്കെ പോയാൽ പോരെ, അങ്ങനെ മനസ്സിലാക്കാം. ഇനി അടുത്ത ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് എസ്കേപ്പ് വെലോസിറ്റി. അതും അതേ ഒരു ടേമിൽ മനസ്സിലാക്കാം. അതായത് നമ്മൾ ഒരാളെ ഇങ്ങനെ ബലത്തിൽ പിടിച്ചു വെക്കുകയാണ്, അപ്പോൾ അയാൾക്ക് എസ്കേപ്പ് ചെയ്യണം. അപ്പോൾ എത്ര സ്പീഡിൽ അയാൾക്ക് ഓടണം, അതിനാണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. എർത്തിന് അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് ഒരു വാല്യൂ എന്ന് പറയുന്നത് 4000 km/h ഓടണം, സ്പീഡിൽ പോകണം. അപ്പോൾ ഈ നമ്മുടെ റോക്കറ്റൊക്കെ നമ്മൾ വിക്ഷേപിക്കുന്ന സമയത്ത് ഈ സ്പീഡിന് അപ്പുറത്തേക്കുള്ള സ്പീഡിൽ നമ്മൾ റോക്കറ്റ് വിട്ട് കഴിഞ്ഞാൽ അതിനെ തിരിച്ച് എർത്തിന് പുൾ ബാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ ഗ്രാവിറ്റി ഫോഴ്സിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ളൊരു വെലോസിറ്റി, സ്പീഡാണ് പറയുന്നത്. ഇനി വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം എന്ന് പറയുന്നത് ലഗ്രാരിയൻ പോയിന്റ്സ് ആണ്. ലഗ്രാരിയൻ പോയിന്റ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ L1 to L5 5 പോയിന്റ്സ് ഉണ്ട്. ഈ 5 പോയിന്റ് എന്താ വെച്ചാൽ സണ്ണിനും എർത്തിൻ്റെയും ഇതുണ്ടല്ലോ, ഗ്രാവിറ്റി ഉണ്ടല്ലോ, ഇത് ഭയങ്കര കൂടുതലല്ലേ. ഈ സണ്ണും നമ്മളിപ്പോൾ ഏതൊരു സാധനമാണെങ്കിലും സ്പേസിൽ പോയി കഴിഞ്ഞാൽ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ആൻഡ് അതിന് ഗ്രാവിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അതിലേക്ക് വലിക്കാൻ നോക്കും. അതുകൊണ്ടാണ് നമ്മുടെ ചുറ്റും, നമ്മുടെ എർത്തിന് ചുറ്റും എന്തൊക്കെ ആസ്ട്രോയിഡ് പോയാലും നമ്മൾ പിടിച്ച് വലിക്കും, ഉള്ളിലോട്ടിടും. അങ്ങനെ അതിനെക്കാട്ടിലും 1000 കോടാനുകോടി ഗ്രാവിറ്റി കൂടുതലുണ്ട് ആർക്ക്? നമ്മുടെ സൺ ഇസ് ദാറ്റ് ബിഗ്. അപ്പോൾ സണ്ണിനും എന്തുണ്ട്? ഗ്രാവിറ്റി ഉണ്ട്. അപ്പോൾ ഇത്രയും ഗ്രാവിറ്റി ഉണ്ടാകുന്ന സമയത്ത് ഈ രണ്ട് സണ്ണിൻ്റെ ആണെങ്കിലും എർത്തിൻ്റെ ആണെങ്കിലും ഗ്രാവിറ്റി തമ്മിൽ പുൾ ബാക്ക് ചെയ്തിട്ട് അത് നൾ എഫക്റ്റ് ചെയ്യും, ക്യാൻസൽ ചെയ്യും. രണ്ടുപേരുടെയും ഫോഴ്സസ് ക്യാൻസൽ ചെയ്യും, പെർഫെക്റ്റ്ലി ക്യാൻസൽ ചെയ്യും. അങ്ങനെ പെർഫെക്റ്റ്ലി ക്യാൻസൽ ചെയ്യുന്ന 5 പോയിന്റ്സ് ആണുള്ളത്. ആ 5 പോയിന്റ്സിനെയാണ് നമ്മൾ L1, L2, L3, L4 ആൻഡ് L5 എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓരോരോ പോയിന്റും എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. L1 എന്ന് പറയുന്ന പോയിന്റ് ഇസ് എക്സാക്ട്ലി ഇൻ ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത്. എർത്തിൻ്റെയും സണ്ണിൻ്റെയും നടുക്കുള്ള പോയിന്റിനാണ് L1 പോയിന്റ് എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പോൾ നമുക്ക് ഈ പറയുന്ന സൂര്യനെ വൃത്തിക്ക് കാണാൻ പറ്റും. എർത്തിൻ്റെ ഒരു തരത്തിലുള്ള ഡിസ്റ്റർബൻസും ഇല്ലാതെ വൃത്തിക്ക് കാണാൻ പറ്റും. അതായത് എർത്തിൻ്റെ അപ്പുറത്ത് സണ്ണിനെ നമുക്ക് എക്ലിപ്സസ് ഉണ്ട്. ഈ പറയുന്ന ഷാഡോ പറഞ്ഞിട്ട് കാണാൻ പറ്റില്ല. ഷാഡോ ഉണ്ടാവും. ഷാഡോയിൽ ഇരിക്കുന്നതിനെയാണ് L2 എന്ന് പറയുന്നത്. ആൻഡ് L4ഉം L5ഉം എന്ത് തന്നെയാണ്? എർത്തിൻ്റെ അഹെഡും ബിഹൈൻഡും ആയിട്ടുള്ള 2 പോയിന്റ്സ് ആണ്. ഇനി എർത്തിനെ കാണാൻ പറ്റാതെ എർത്തിനെ മറയ്ക്കുന്ന സൂര്യൻ്റെ അപ്പുറത്തുള്ള പോയിന്റിനാണ് L3 പോയിന്റ് എന്ന് പറയുന്നത്. നമുക്ക് ഈ 5 പോയിന്റ്സും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത്. സണ്ണിൻ്റെയും എർത്തിൻ്റെയും നടുക്കുള്ള പോയിന്റ്. ആ പോയിന്റ് എന്ന് പറയുന്നത് ദിസ് പോയിന്റ്. ഈ പോയിന്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ്ലി നമുക്ക് കാണാൻ പറ്റും. സണ്ണിനെ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് കാണാൻ പറ്റും. ഒരു തരത്തിലുള്ള ഇൻറ്ററപ്ഷൻസും ഇല്ലാതെ നമുക്ക് വൃത്തിക്ക് കാണാൻ പറ്റും. ഒരു തരത്തിലും എർത്തും എക്ലിപ്സ് ചെയ്യുന്നില്ല. വളരെ വൃത്തിക്ക് സണ്ണിനെ പറ്റിയിട്ടുള്ള പഠിക്കാൻ പറ്റും. നമ്മുടെ ആദ്യത്തെ L1 ഒക്കെ സോളാർ ഒബ്സർവേറ്ററി ഒക്കെ അവിടെ കിടക്കുന്നത്. പിന്നെ രണ്ടാമത് L2 ആണ്. L2 എന്ന് പറയുന്നത് എർത്തിൻ്റെ ഇപ്പുറത്താണ് കിടക്കുന്നത്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് എർത്ത് വിൽ ബി ബ്ലോക്കിംഗ് സൺസ് ക്ലെയർ. അപ്പോൾ അവിടെ ഒരു ഡാർക്ക് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ അവിടെ ഒരു ഡീപ്പ് സ്പേസ് വ്യൂയിങ് നടക്കും. അവിടെ ശരിക്കും പറഞ്ഞ ഒരു ഷാഡോ എഫക്ട്സ് നടക്കും. ഇവിടെയാണ് നമ്മുടെ ജെയിംസ് വെബ് ടെലസ്കോപ്പ് ഒക്കെ വെച്ചിരിക്കുന്നത്. നമുക്ക് വൃത്തിക്ക് എർത്തിൻ്റെ പിക്ചേഴ്സ് എടുക്കാനാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് അവിടെ ഒരു വെളിച്ചം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വാട്ട് ഹാപ്പൻസ് ഇസ് നമുക്ക് അവിടെ ഒരു ഡീപ്പ് സ്പേസ് വ്യൂയിങ് ഇസ് പോസിബിൾ. അവിടെ ഒരു ഡാർക്ക് എൻവയോൺമെൻറ്റിൽ വൃത്തിക്ക് പിക്ചേഴ്സ് എടുക്കാനായിട്ട് സാധിക്കുന്ന ജെയിംസ് വെബ് ടെലസ്കോപ്പ് ഒക്കെ വെച്ചിരിക്കുന്ന സ്ഥലമാണ് L2 എന്ന് പറയുന്നത്. ഇനി L3 എന്ന് പറയുന്നത് സണ്ണിൻ്റെ അപ്പുറത്താണ് കിടക്കുന്നത്. സണ്ണിന് ബിഹൈൻഡാണ്. സോ അങ്ങനെ ബിഹൈൻഡ് കിടക്കുന്നെങ്കിൽ അവിടെ എന്തില്ല, ഒരു തരത്തിലുള്ള നമ്മൾ വിക്ഷേപണങ്ങൾ കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല. ബട്ട് ഇറ്റ് ഈസ് ആക്ച്വലി റിമെയിൻസ് പെർമനൻ്റ്ലി ഹിഡൻ ബിഹൈൻഡ് ദ സൺ എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് അധികം കമ്മ്യൂണിക്കേഷൻ ഇസ് നോട്ട് പോസിബിൾ. വൈ? ബിക്കോസ് സണ്ണിൻ്റെ അപ്പുറത്തല്ല കിടക്കുന്നത്. നമുക്ക് കമ്മ്യൂണിക്കേഷൻസ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. റയർലി ആണ് കമ്മ്യൂണിക്കേഷൻസ് പോസിബിൾ ആയിട്ടുള്ളൂ. പിന്നെ എർത്തിൻ്റെ 60 ഡിഗ്രി ഇവിടെയും എർത്തിൻ്റെ 60 ഡിഗ്രി ഇവിടെയും 2 കിടക്കുന്നുണ്ട്. L4ഉം L5ഉം കിടക്കുന്നുണ്ട്. L4 എന്ന് പറയുന്നത് എർത്തിൻ്റെ അഹെഡായിട്ട് കിടക്കുന്നതാണ്. അവിടെ എന്താ നടക്കുന്നത്? അവിടെ കുറേ ട്രോജൻ ആസ്ട്രോയിഡ്സ് ആണ് കിടക്കുന്നത്. അത് ഇറ്റ്സ് ആക്ച്വലി എ പാർക്കിംഗ് ലോട്ട് ഫോർ ഓൾ കൈൻഡ്സ് ഓഫ് ആസ്ട്രോയിഡ്സ്. എല്ലാവിധ ആസ്ട്രോയിഡ്സും വന്ന് പതിക്കുന്നത് L4ലാണ്. L5ൽ എന്താ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾസോ സെയിം. കോസ്മിക് ഡെബ്രീസ് കിടക്കുന്ന, ട്രോജൻ ആസ്ട്രോയിഡ്സ് കിടക്കുന്ന അതേപോലത്തെ ഒരു സ്പേസ് തന്നെയാണ് ഈ പറയുന്ന L5 എന്നും പറയുന്നത്. ഓക്കെ. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് പോയിന്റ്സ് വേർ വാട്ട് ഈസ് ഹാപ്പനിങ് ഇസ് ഈ പറയുന്ന സൂര്യൻ്റെയും എർത്തിൻ്റെയും ഗ്രാവിറ്റി തമ്മിൽ നൾ എഫക്റ്റ് വരും. ക്യാൻസൽ ചെയ്യും. വിൽ ബി ക്യാൻസലിങ് ഈച്ച് അതർ. അപ്പം ഒന്ന് L1 എന്ന് പറയുന്ന സൂര്യൻ്റെ എല്ലാവിധ ആദ്യത്തെ L1 ഒക്കെ വെച്ചിരിക്കുന്ന അവിടെയാണ്. സണ്ണിനെ പറ്റി കൂടുതൽ ഒബ്സർവേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലസ്കോപ്പ് വെച്ചിട്ട് എർത്തിൻ്റെ പിക്ചേഴ്സ് എടുക്കാൻ പറ്റി. എർത്തിനെ പറ്റിയിട്ട് ക്ലിയർ ആയിട്ടുള്ള ഡെമോൺസ്ട്രേഷൻ കിട്ടുന്ന L2ലാണ്. 60 ഡിഗ്രി L4ലും 60 ഡിഗ്രി L5ലും രണ്ടിലും എന്താ കിടക്കുന്നത്? അഹെഡ് ആൻഡ് ബിഹൈൻഡ് ദ എർത്തിൽ കിടക്കുന്നത് മൊത്തം നമ്മുടെ ആസ്ട്രോയിഡ്സ് ആണ്. ആസ്ട്രോയിഡ്സ് അല്ലെങ്കിൽ പറയുന്ന നമ്മൾ എന്താ പറയുക കോമറ്റ്സും ആസ്ട്രോയിഡ്സ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ട്രോജൻ ആസ്ട്രോയിഡ്സ്, ആ സാധനങ്ങൾ കിടക്കുന്നതാണ് L4ഉം L5ഉം. L3 എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഒന്നും അത്രയ്ക്ക് പോസിബിൾ അല്ല. സൂര്യൻ്റെ അപ്പുറത്താണ് കിടക്കുന്നത്. എർത്തിനെ സൂര്യൻ വെച്ച് മറയ്ക്കുന്ന ഒരു പോയിന്റാണ് L3 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.